രാജ്ഭവനിലെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിവാദത്തിൽ ഗവർണർ സർക്കാർ പോര് മുറുകുന്നതായി ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഗവർണറുടെ വിമർശനത്തിന് മറുപടിയുമായി മന്ത്രി പി പ്രസാദ് രംഗത്ത് വന്നു. RSS ചിത്രത്തിന് മുന്നിൽ കുമ്പിട്ട് നിൽക്കാൻ സർക്കാർ എത്തുമെന്നത് ഗവർണറുടെ വ്യാമോഹമെന്ന് 24-നോട് മന്ത്രിയുടെ തുറന്നു പറച്ചിൽ. ഗവർണർ നടപ്പാക്കാൻ ശ്രമിച്ചത് സംഘപരിവാർ അജണ്ടയെന്നും മന്ത്രി പ്രസാദിന്റെ വിമർശനം. ആ ചിത്രം RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. ദേശീയ പതാക ഇല്ലാത്തൊരു ഭാരതാംബ RSSന്റെ ചിത്രമാണ്. RSS ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കാൻ ഞങ്ങളെ കിട്ടുമെന്നുള്ളത് ഗവർണറുടെ തെറ്റിദ്ധാരണയും വ്യാമോഹവും മാത്രമാണ്. ചൂണ്ടിക്കാണിച്ചപ്പോഴും അത് മാറ്റുകയില്ല എന്ന് അദ്ദേഹം നിലപാടെടുക്കുമ്പോൾ അദ്ദേഹം അറിയാതല്ലോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രശ്നം RSS ചിത്രം ഭാരതാംബ എന്ന പേരിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അത് കേരള ഗവൺമെൻറ് അംഗീകരിക്കുകയില്ല, കേരളം അംഗീകരിക്കില്ല. ഗവർണർ തെറ്റ് തിരുത്തുകയാണ് വേണ്ടതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ബഹുമാനപ്പെട്ട ഗവർണർ കാര്യങ്ങൾ അറിയാവുന്ന ഗവർണർ എന്നുള്ള നിലയിൽ അതിൽ പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് പകരം കേരളത്തെ ആകെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന ഒട്ടും ജനാധിപത്യ മര്യാദയ്ക്ക് യോജിച്ചതല്ല. അത് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലത്. യോജിച്ച ഒരു അന്തരീക്ഷത്തിൽ പോയാൽ മാത്രമേ പാവപ്പെട്ട ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ. അധികാരം ദുരുപയോഗം ചെയ്യുന്ന നിലപാടാണ് ഗവർണർ സ്വീകരിച്ചതെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M. സ്വരാജ് വിമർശിച്ചു. പ്രസാദ് സ്വീകരിച്ച നിലപാട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു നിലപാടാണ്, മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ്. രാഷ്ട്രീയ അധികാരം ദുരുപയോഗം ചെയ്യാൻ പാടില്ലാത്തതാണ്. അവർക്ക് അവരുടേതായ താല്പര്യങ്ങളും നിലപാടും ഉണ്ടാവും. പക്ഷേ അതിന് സർക്കാർ വേദികളെ ഉപയോഗപ്പെടുത്തരുത്. പക്ഷെ നിർഭാഗ്യവശാൽ സംഘപരിവാരം, കേന്ദ്ര സർക്കാർ ഗവർണർമാരെ ഉപയോഗിച്ചും മറ്റധികാരം ഉപയോഗിച്ചും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും മറ്റ് ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെ തകർക്കാനും ശ്രമം നടത്തുന്നുണ്ട്. അത് ശരിയായി തുറന്നുകാട്ടുകയാണ് പ്രസാദ് ചെയ്തിട്ടുള്ളത്. മതനിരപേക്ഷ കേരളം അതിനെ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഷബീദ്, ഈ രാജ്ഭവൻ സർക്കാർ പോര് കൂടുതൽ കടുക്കുകയാണോ? ഉറപ്പായിട്ടും അത് സീസൺ 2 എന്ന രീതിയിൽ സർക്കാർ ഗവർണർ പോര് മാറുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങളിലും ഇന്ന് നമ്മളോടക്കം മന്ത്രി പി പ്രസാദ് നടത്തിയ പ്രതികരണത്തിൽ നമുക്ക് വ്യക്തമാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് സർക്കാരുമായി വലിയ കൊമ്പ് കോർക്കൽ. അത് ഈ ഭരണഘടനാപരമായ ചില പ്രശ്നങ്ങളടക്കം ബാധിക്കുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ രാജേന്ദ്ര അർലേക്കർ ഗവർണറായി വരുമ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആശ്വാസം, ഒരു അലയൻസിൽ ഇക്കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നലത്തെ ഭാരതാംബ വിവാദം, അതിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സർക്കാരും ഗവർണറും. കാരണം ഇന്നും ആ മന്ത്രി പി പ്രസാദ് പറഞ്ഞത് RSS ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിന് മുൻപിൽ കുമ്പിട്ട് നിൽക്കാൻ സർക്കാർ കഴിയില്ല, സർക്കാർ അങ്ങനെ ചെയ്യില്ല, അത് ഗവർണറുടെ വ്യാമോഹമാണ് എന്ന് മന്ത്രി പി പ്രസാദ് പറയുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാർ നിലപാടാണ്. മാത്രവുമല്ല, ഇന്നലെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ആ ചിത്രം എടുത്തു മാറ്റണമെന്ന് ആദ്യം കൃഷിമന്ത്രിയുടെ ഓഫീസ് രാജ്ഭവനെ അറിയിക്കുന്നു. അത് കഴിയില്ല എന്ന് രാജ്ഭവൻ തിരികെ മറുപടി അയക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. മാത്രമല്ല, ആ പരിപാടി സെക്രട്ടേറിയറ്റിനകത്തെ ദർബാർ ഹാളിൽ നടക്കുമ്പോൾ ചീഫ് സെക്രട്ടറി എത്തുകയും മന്ത്രി പി പ്രസാദുമായി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി കൂടി നിലപാടെടുത്തതോടുകൂടിയാണ് ഈ വിഷയം ഈ രീതിയിൽ മാറിയതെന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം അത് സംസ്ഥാനത്തുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം, ഈ വിവാദം രാഷ്ട്രീയമായി മാറിയാൽ അത് സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ പോകുന്ന കോട്ടമടക്കമുള്ള കാര്യങ്ങൾ അവർ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം എന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ രാഷ്ട്രീയമായി നമുക്കിതിനെ വിലയിരുത്താൻ കഴിയും. പക്ഷേ ഇതേത് തരത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും ഉറപ്പില്ല. കാരണം ഇനിയും ഗവർണർ തീരുമാനമെടുക്കേണ്ട സംസ്ഥാനത്തെ സംബന്ധിച്ചിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ ഗവർണർ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് നിർണായകമാകും. സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു തരത്തിലും ഗവർണറോട് വിട്ടുവീഴ്ച വേണ്ടതില്ല എന്നുള്ള സമീപനം അത് ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നേരത്തെ RSS സൈദ്ധാന്തികനെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ പ്രഭാഷണത്തിന് ക്ഷണിച്ചത് പങ്കെടുത്ത പരിപാടി നടത്തിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ഗവർണറെ വിമർശിച്ചതാണ്. അങ്ങനെ ഒരു സാഹചര്യം കൂടി നമുക്ക് ഇതുമായി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ആ വിമർശനമടക്കമുള്ള കാര്യങ്ങൾ അത് സ്വാഭാവികമായും ആ വിയോജിപ്പുകൾക്ക് ഗവർണർ സർക്കാർ പോരിന് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് വിലയിരുത്താൻ കഴിയും.